നമസ്കാരം, സെബാസ്റ്റ്യനാണ്. ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിനെ കുറിച്ച് ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട്. 3 വർഷം കൊണ്ട് ബിടെക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സുവർണ അവസരമാണ് ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 45% മാർക്കോടെ ഡിപ്ലോമ, BSc, DVOC, BVOC തുടങ്ങിയ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ലാറ്ററൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത്. റിസർവേഷൻ കാറ്റഗറിക്ക് 40% മാർക്ക് മതിയാവും. നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങളിൽ നിന്ന് മെയ് 26 ലാസ്റ്റ് ഡേറ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ 1100 രൂപ ജനറൽ കാറ്റഗറിക്കുള്ള ഫീ ആയും റിസർവേഷൻ കാറ്റഗറിക്ക് 550 രൂപയുമാണ്. ഡിപ്ലോമ, BSc എന്നീ പ്രോഗ്രാമുകൾ അത് ഏത് ബ്രാഞ്ചിൽ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ BSc വിദ്യാർത്ഥികൾ അവർ അഡീഷണലായിട്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സും മെക്കാനിക്സും പഠിക്കേണ്ടതുണ്ട് എന്നത് ഒരു പ്രത്യേകതയാണ്. കൂടാതെ DVOC, BVOC എന്നിങ്ങനെയുള്ള യോഗ്യതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് തങ്ങളുടെ BVOC, DVOC പ്രോഗ്രാം ഏത് സ്ട്രീമിലായിരുന്നു അതുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലേക്കാണ് ബിടെക്കിന് അഡ്മിഷനുള്ള സാധ്യതയുണ്ടാവുക. നിലവിൽ LBS സെൻറ്ററിനാണ് ആപ്ലിക്കേഷൻ വിളിച്ച് അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കാനുള്ള ചുമതല. പ്രവേശന പരീക്ഷയുടെ സ്കോർ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റിലൂടെയാണ് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാവുന്നത്. 10% സീറ്റ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിനായി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. കൂടാതെ 1-ാം വർഷ അഡ്മിഷന് ശേഷം ഒഴിവ് വന്ന സീറ്റുകളിലേക്കും ഈ 10%-ന് പുറമെ അഡ്മിഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ലാറ്ററൽ എൻട്രി എക്സാമിനേഷനിൽ മികച്ച സ്കോർ നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ മികച്ച ഒരു എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലേക്ക് 2-ാം വർഷം നേരിട്ട് അഡ്മിഷൻ നേടിയെടുക്കാൻ സാഹചര്യമുണ്ടാവും. നിലവിൽ ലഭ്യമാവുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മെയ് 26 അവസാന തീയതി. 1100 രൂപ ജനറൽ കാറ്റഗറിക്കും 550 രൂപ റിസർവേഷൻ കാറ്റഗറിക്കും ഫീസ് ഇനത്തിൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ സമയം കളയാതെ താല്പര്യമുള്ളവർ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ അഡ്മിഷൻ നേടാനായി അപേക്ഷ സമർപ്പിക്കുക. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പതിവ് പോലെ നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.